JP അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചിങ്ങമാസ ഫലമാണ്. അതായത് ധനുരാശിക്കൂറുകാരായ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ 1-ാം പാദത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ചിങ്ങമാസത്തെ ഒരു മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ധനുരാശിയുടെ ജന്മരാശാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം മിഥുനൻ രാശിയിൽ 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 7-ാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ ബുദ്ധി സാമർഥ്യം, വാക് സാമർഥ്യം, കാര്യജയം, ധനലാഭം, കളത്രസുഖം, ഇങ്ങനെ പല നല്ല ഫലങ്ങളും നൽകുന്ന ഒരു ഭാവമാണ്. അതുപോലെ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ നടത്താൻ പ്ലാൻ ചെയ്യും. മോടി പിടിപ്പിക്കുക, വൃത്തിയാക്കുക, ഗൃഹോപകരണങ്ങളൊക്കെ സംഘടിപ്പിക്കുക, പരിസരമൊക്കെ വൃത്തിയാക്കുക, ഏതെങ്കിലും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, കാര്യങ്ങൾ ഭംഗിയായി പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടാവുക, ഇതെല്ലാം മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ സൂചനയായിട്ട് വേണം പറയാൻ. വ്യാഴം മിഥുനൻ രാശിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ വ്യാഴത്തിന്റെ ശത്രുരാശി കൂടിയാണ് മിഥുനൻ. അതുകൊണ്ട് തന്നെ ചിലരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെന്നും വരാം. വ്യാഴത്തോടൊപ്പം ശുക്രനും 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ മിഥുനൻ രാശിയിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ ബന്ധരാശിയാണ് മിഥുനം. അപ്പൊ സൗന്ദര്യം, സൗഭാഗ്യം, സുഖം, സമ്പത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായ ഒരു സമയം. അതുപോലെ സ്ത്രീകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 11-ാം ഭാവാധിപനാണ് ശുക്രൻ. അപ്പൊ 11-ാം ഭാവം എന്ന് പറയുമ്പോൾ ലാഭസ്ഥാനമാണ്. പലതും വന്നു കയറുന്ന ആഗമന സ്ഥാനം കൂടിയാണ്. അപ്പൊ പല വിധത്തിലുള്ള ലാഭം, സുഖം, ഇതെല്ലാം 11-ാം ഭാവം നൽകും. 6-ാം ഭാവാധിപത്യം കൂടി ശുക്രന് വരുന്നത് കൊണ്ടാണ് ചിലര് ശത്രുത മനസ്സിൽ വെച്ച് നമ്മളോട് അടുത്തുകൂടി, 11-ാം ഭാവമാണ് ആഗമന സ്ഥാനം, അപ്പൊ വന്നുകൂടി അവര് നമ്മളോടൊപ്പം നിന്ന് ചില വിശ്വാസവഞ്ചനയൊക്കെ കാണിക്കാനുള്ള സാഹചര്യം വരാം. അപ്പൊ ഗുരുശുക്രന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർ പരസ്പരം 2 ചേരിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പം പുണ്യം, ദയ, ധാർമ്മികത, ബുദ്ധി, കുലാചാരങ്ങള്, ഭക്തിമാർഗം, ധനപരമായ കാര്യങ്ങള്, സന്താനങ്ങള്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുമ്പോൾ ശുക്രനാണെങ്കിൽ ഭൗതിക സുഖ സൗകര്യങ്ങളുടെ പുറമെ കലാപരമായ കഴിവുകള്, സൗന്ദര്യം, ഇതൊക്കെ നൽകുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിധിദ്രവ്യങ്ങള്, വസ്ത്രാഭരണങ്ങള്, കാമതന്ത്രങ്ങള്, കിടപ്പറ, ഇത്തരം കാര്യങ്ങളാണ് ശുക്രൻ കൂടുതലും താല്പര്യം. അപ്പൊ 7-ാം ഭാവം കളത്രസ്ഥാനം കൂടിയാണല്ലോ. 7-ാം ഭാവം എന്ന് പറയും മാർഗസ്ഥാനവും കളത്രസ്ഥാനവും. അപ്പൊ ശുക്രന്റെ 7-ലെ സ്ഥിതി എല്ലാവർക്കും നല്ല ഫലം നൽകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആഗസ്റ്റ് 20 മുതൽ ശുക്രൻ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കും. ചന്ദ്രന്റെ രാശിയാണ്, ശുക്രന്റെ ശത്രുരാശിയും കൂടിയാണ്. അപ്പൊ അഷ്ടമത്തിലായാലും ശുക്രൻ അത്ര ദോഷമൊന്നും ചെയ്യുന്ന ഒരു ഭാവമല്ല അഷ്ടമം. ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ വേണ്ടത്ര നൽകുന്ന ഒരു ഭാവം തന്നെയാണ് ഈ അഷ്ടമം. സമ്പത്തും പ്രൗഢിയും ദീർഘായുസും ഒക്കെ ശുക്രൻ നൽകും. അതുപോലെ വാക്കിന് സ്ഥിരത കൊടുക്കത്തില്ല അഷ്ടമത്തിൽ. പലപ്പോഴും വാക്ക് മാറ്റി പറയും. ഏത് വിധത്തിലായാലും കാശുണ്ടാക്കണം, അല്ലെങ്കിൽ സുഖം വർദ്ധിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്ത വരും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മാതാവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസവും ചില ഭിന്നതയും ഒക്കെ വരാം. പല കാര്യങ്ങളും മാതാവിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പൊ മാതാവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിനെ കുറ്റം പറയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യം. ജാതകത്തിൽ 7-ൽ ബലവാനായ സ്ത്രീ ജാതകത്തിൽ നിൽക്കുന്ന ശുക്രൻ നല്ലതാണ്. പുരുഷ ജാതകത്തിലാണ് അല്പം മോശം. 7-ൽ ശുക്രൻ നിൽക്കുന്ന സ്ത്രീ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ, ഇഷ്ടഭാവം എന്ന് പറയുമ്പോൾ 7-ാം ഭാവം, അതിന്റെ സ്വക്ഷേത്രവും ഉച്ചവും അങ്ങനെയൊക്കെയുള്ള ആ ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ വളരെയേറെ ഗുണം. അതായത് ഭർത്താവിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണക്കാരിയാകാം എന്നാണ്. ഇനി സാമാന്യ ബലവാനായിട്ട് കുഴപ്പമൊന്നുമില്ലാതെയാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ പോലും ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ ആ ഒരു നല്ല ഒരു ബന്ധം നിലനിർത്താനും ഒക്കെ തന്നെ സ്ത്രീക്ക് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ കാര്യത്തിലും സ്ത്രീ മുൻപന്തിയിൽ. 7-ാം ഭാവം മാർഗസ്ഥാനമാണ്. ഏത് കാര്യത്തിനും മുൻപന്തിയിൽ ഭർത്താവിനോടൊപ്പം നിൽക്കും. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച്
ആണുങ്ങൾക്ക് 7-ാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ പങ്കാളിയുമായിട്ട് ചില പ്രയാസങ്ങളൊക്കെ വരാം. അതുപോലെ ചില ഭിന്നത വരാം. ഒരു പക്ഷേ അത് അഭിപ്രായ വ്യത്യാസമാകാം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാകാം. ഏത് തരത്തിലായാലും അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ച്. സെപ്റ്റംബർ 14 മുതൽ ശുക്രൻ ചിങ്ങൻ രാശിയിൽ 9-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ജാതകത്തിൽ 9-ൽ ശുക്രൻ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ദീർഘമംഗല്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരാളിന്റെ ജാതകത്തിൽ പാപദോഷമൊക്കെ ഉണ്ട്, അഷ്ടമത്തിൽ പാപനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ 9-ാം ഭാവത്തിൽ ഇതുപോലെ ബലവാനായിട്ടൊരു ശുഭൻ ഉണ്ടെങ്കിൽ, ശുക്രനൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷത്തിനും പരിഹാരമാണ്. അതായത് ദീർഘമംഗല്യം, അതാണ് അതിൻ്റെ ഒരു ഫലം. ഐശ്വര്യവും ധനലാഭവും സ്ത്രീ സുഖവും ധർമ്മകാര്യവും ഗുരുജനങ്ങളോട് സ്നേഹവും സർക്കാർ തലത്തിൽ പിതാവിൽ നിന്നുമൊക്കെ പല ഗുണങ്ങളുമൊക്കെ ലഭിക്കും എന്നതാണ്. ശുക്രനോട് ഏതെങ്കിലും വിധത്തിൽ ചൊവ്വയുടെ ഒരു കണക്ഷൻ വരികയാണെങ്കിൽ അത് ഒരു നല്ല കാര്യമല്ല. 9-ാം ഭാവമായ ചിങ്ങത്തിൽ സൂര്യൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് മെച്ചമുണ്ടാകും. 9-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനമാണ്. അതിൻ്റെതായ പല ഭാഗ്യാനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഗുരുജനങ്ങളുടെ സഹായമൊക്കെ ലഭിക്കാം. ജോലി സംബന്ധമായ മറ്റേതെങ്കിലും കാര്യത്തിൽ കരാറടിസ്ഥാനത്തിലൊക്കെ എന്തെങ്കിലും തരത്തിൽ സർക്കാരുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ ആ തരത്തിലുള്ള സാമ്പത്തിക ലാഭവും ഒക്കെ ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും. പിതാവുമായിട്ട് അത്ര നല്ല ബന്ധം ഉണ്ടാകണം എന്നില്ല 9-ാം ഭാവം ആയതുകൊണ്ട്. അഥവാ പിതാവിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതായത് അദ്ദേഹം പറയുന്ന കാര്യം ഇവർ അംഗീകരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പോക്കും സ്വഭാവവും പ്രവൃത്തിയും പിതാവ് ചിലപ്പോൾ വിമർശിച്ചെന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സ്ത്രീകളോട് ചില വിരോധമൊക്കെ തോന്നാം. അതുപോലെ 9-ൽ കേതു നിൽക്കുന്നുണ്ട്. ഇത് ഭാഗ്യദോഷത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ 9-ാം ഭാവത്തിലെ കേതു. പിതൃദോഷം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിലും അച്ഛനുമായിട്ട് ഒത്തുപോകത്തില്ല. പിതൃസുഖം, ധർമ്മം, ആചാരം ഇവയൊക്കെ കുറവായിരിക്കും എന്ന്. അതാണ് ഞാൻ പിതൃദോഷം എന്ന് പറയുന്നത്. ധർമ്മപരമായ കാര്യങ്ങൾ, ധാർമ്മികതയൊന്നും വലുതായിട്ടുണ്ടാവത്തില്ല. കുലാചാരങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ എന്തൊക്കെയാണ്, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്തോന്ന് ആചാരം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മനോഭാവം ഉണ്ടാവും. മാമൂലുകളോടൊന്നും വലിയ താല്പര്യമൊന്നും വരത്തില്ല. പിന്നെ അതുപോലെ നല്ല വ്യക്തികളുമായിട്ട് സജ്ജനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പം അവരെയൊക്കെ തള്ളി പറയും. പിന്നെ അവരോട് വാമ്പറ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. മറ്റുള്ളവരെ കുറിച്ച് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പരദൂഷണം പറയുകയാണെങ്കിൽ അതിലൊക്കെ വലിയ സന്തോഷമാണ്. ഇതൊക്കെയാണ് കേതുവിൻ്റെ ഒരു പൊതുകാര്യം. കാര്യസാധ്യത്തിന് വേണ്ടി വന്നാൽ ആഭിചാര കർമ്മങ്ങളും നടത്താൻ മടിക്കില്ല. ഇനി ചൊവ്വ 10-ാം ഭാവത്തിൽ കന്യരാശിയിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുമ്പോഴോ കർമ്മതടസ്സത്തെയാണ് സൂചിപ്പിക്കുന്നത്. 10-ാം ഭാവം കർമ്മസ്ഥാനമാണ്, തൊഴിലാണ്. അപ്പൊ അവിടെ ചൊവ്വ വരിക എന്ന് പറഞ്ഞാൽ തടസ്സം ഉണ്ടാക്കുക, അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക, കലഹം ഉണ്ടാക്കുക, ഇതൊക്കെയാണല്ലോ അതിൻ്റെ സ്വഭാവം. അപ്പൊ അങ്ങനെ വരുമ്പോൾ തൊഴിൽ തടസ്സം, കാര്യതടസ്സം ഇങ്ങനെയൊക്കെ ഉള്ളത് കൂടാതെ 10-ാം ഭാവത്തിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങളെയും സൂചിപ്പിക്കാം. 10-ലെ ചൊവ്വ ബലവാനും, അതായത് 10-ൽ നിൽക്കുന്ന ചൊവ്വ ബലവാൻ ആണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. കർമ്മപുഷ്ടിയെ പറയണം, തൊഴിൽപരമായ മേന്മയെ പറയണം, അങ്ങനെയും ഉണ്ട്. 5-12 ഭാവത്തിന്റെ ആധിപത്യം ചൊവ്വയ്ക്കുണ്ട്. അപ്പൊ 5-ാം ഭാവത്തിന്റെ ആധിപത്യം എന്ന് പറയുമ്പോൾ സന്താനങ്ങള്, മനസ്സ്, ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ എന്തിനെ നേരിടാനുള്ള ഒരു ധൈര്യമൊക്കെ ചൊവ്വയാണ്. അതുപോലെ തന്നെ 5-ാം ഭാവം മനസ്സാ, ചില ടെൻഷനൊക്കെ വരും. അങ്ങനെ പോയാൽ ശരിയാവോ, ഇങ്ങനെ പോയാൽ ശരിയാവോ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും ഇതിനകത്ത് വരും. എന്നാലും ആവേശം കൊണ്ട് ചില കാര്യത്തിലൊക്കെ എടുത്തിയാടും. പിന്നെ സ്വന്തം പരിശ്രമം കൊണ്ട് ഉന്നതിയെ പ്രാപിക്കാനും പറ്റും. ധനവും പ്രതാപവും കീർത്തിയും ഒക്കെ ഉണ്ടാക്കാനും 10-ലെ ചൊവ്വ സഹായിക്കും. ഭൂമി സംബന്ധമായ കാര്യത്തിലും സഹോദരങ്ങളെ കൊണ്ടുള്ള പ്രയോജനങ്ങളും ഒക്കെ തന്നെ 10-ാം ഭാവം കൊണ്ട് 10-ലെ ചൊവ്വ എന്ന് പറയാം. ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ 10-ാം ഭാവത്തിൽ ചൊവ്വ ബലവാനായിട്ട് നിൽക്കണം എന്നുള്ളത്. അതുപോലെ 5-12 ഭാവം പറഞ്ഞു. അപ്പൊ 12-ാം ഭാവം എന്ന് പറയുമ്പോൾ നഷ്ടസ്ഥാനമാണ്. അങ്ങനെ ഒരു ആധിപത്യം കൂടി ചൊവ്വായ്ക്ക് വരുന്നത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകളെയൊക്കെ കാണിക്കും.
ഒരു തരത്തിൽ കുറെ ഗുണങ്ങളും മറ്റൊരു വിധത്തിൽ ചില അപാകതയും നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ പട്ടാളം, പോലീസ് തുടങ്ങിയ പ്രതിരോധ സേനയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് നന്മ ഉദ്ദേശിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടായാൽ അതൊക്കെ അവിടെ വലിയ ചർച്ചയായിട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ വരും. പിന്നെ 4-ാം ഭാവത്തിലെ ശനി, 4-ാം ഭാവത്തിലെ ശനി എന്ന് പറയുമ്പോൾ അത് കണ്ടക ശനിയാണല്ലോ. ഈ ശനി മീനം രാശിയിലാണ്. അപ്പൊ 7-ാം ഭാവത്തിൽ കന്നിയിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അതായത് ശനിയും ചൊവ്വയും പരസ്പരം 7-ാം രാശികളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ യോഗം, അതായത് മീനത്തിൽ നിൽക്കുന്ന ശനിയും കന്നിയിൽ നിൽക്കുന്ന ചൊവ്വയും പരസ്പരം പൂർണ്ണദൃഷ്ടി ചെയ്യുന്ന ആ ഒരു യോഗം അത്ര നല്ലതല്ല. ഇത് ഒരു പക്ഷെ പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടാക്കും. വീട്ടിൽ സ്വൈര്യം കുറയാം. 4-ാം ഭാവത്തിലെ ശനിയാണ് ചൊവ്വ നോക്കുന്നത്. മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രയാസങ്ങളൊക്കെ വരാം. യാത്ര കൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അപകട സാധ്യതയെ പറയാം. മീനൻ രാശിയിലെ ശനി എന്ന് പറയുമ്പം വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളിടം. മീനൻ രാശി ജലരാശിയാണല്ലോ. അപ്പം വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളിടം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ അഴുക്ക് ചാല് ശനിയാണ്. കക്കൂസ്, കുളിമുറി, ഇങ്ങനെയൊക്കെ ഉള്ളത്. അതുപോലെ വീട്ടു സാധനങ്ങൾ, ഇരുമ്പിന്റെ സാധനങ്ങൾ, അതായത് നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങൾ, ഇരുമ്പ്, കുന്താലി, തൂമ്പായ അതുപോലെയൊക്കെ ഉള്ള സാധനങ്ങളോ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പറക്കി വെക്കുന്ന സ്ഥലം. അടുക്കളയോട് ചൊവ്വയാണ്. അപ്പൊ അഗ്നി സാന്നിധ്യം, അടുക്കളയോട് ബന്ധമുള്ള അടുപ്പമുള്ള അതിനോട് ചേർന്ന ഭാഗങ്ങൾ, ഇതെല്ലാം തന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ വീടിന്റെ മുൻഭാഗം എന്ന് പറയുമ്പോൾ വീട്ടിലേക്കുള്ള വഴി, ഇതൊക്കെ തന്നെ ചിലപ്പോൾ അപകട സാധ്യത ഉണ്ടാക്കാം. ഞാനീ പറഞ്ഞത് ചൊവ്വയും ശനിയും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ സൂചന വെച്ച് പറഞ്ഞതാണ്. അത് സ്വാഭാവികമായിട്ടും വളരെ നിസ്സാരപ്പെട്ട കാര്യമാണെങ്കിലും അത് ചിലപ്പോൾ വലിയ വിഷയമൊക്കെ ആക്കുന്ന ഒരു ഭാവത്തിൽ ആ ഒരു യോഗം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആഗസ്റ്റ് മാസം മുതൽ സെപ്റ്റംബർ 13 വരെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. അതായത് ഒരു നിസ്സാര കാര്യം, ഒരു ചെറിയ കാര്യം, അതിന് കൂടുതൽ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല. അത് വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളിരിക്കും. ഇപ്പോൾ ഒരു ചെറിയ അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ചെറിയ തട്ടോ മുട്ടോ വീഴ്ചയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുമ്പ് അഴുക്കുചാലിൻ്റെ അതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചു, വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കാം അത് പിന്നീട് ഒരു വിഷയമായിട്ട് വരുന്നത്. അതായത് അത്ര നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ പോലും അത് പിന്നീട് ചിലപ്പോൾ അതൊരു വലിയ വിഷയമായിട്ടൊക്കെ തോന്നാം എന്നാണ് ഞാൻ പറഞ്ഞത്. സെപ്റ്റംബർ 13 മുതൽ ചൊവ്വ 11-ാം ഭാവത്തിൽ വരും. ആ 11-ാം ഭാവത്തിൽ വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ചൊവ്വ നല്ല ഫലത്തെ ചെയ്യും. അതായത് ധനം, സുഖം, ഐശ്വര്യം, അതുപോലെ ചൊവ്വയാണ് ഇച്ചിരി ശൗര്യവും വീര്യവും അധികാരവും സഹോദര ഗുണങ്ങളും ഭൂമി ലാഭവും ഇങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളും ചൊവ്വ നൽകും. ബുധനാണെങ്കിൽ 8, 9, 10 ഭാവങ്ങളിലായിട്ട് സഞ്ചരിക്കുകയാണ്. അപ്പം ബുധനെ സംബന്ധിച്ച് പറയുമ്പം വിദ്യാഗുണം, അതുപോലെ യുവരാജാവാണ്. അപ്പം ചെറുപ്പക്കാരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ യുവജനങ്ങൾ, ബന്ധുക്കൾ, ഇവരെയൊക്കെ സൂചിപ്പിക്കുമല്ലോ. അപ്പം അഷ്ടമത്തിലെ ബുധൻ കാര്യജയം, പ്രതാപം, വിദ്യാഗുണം, ആയുസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ആഗസ്റ്റ് 30 മുതൽ ബുധൻ 9-ാം ഭാവമായ ചിങ്ങത്തിലേക്ക് മാറും. അപ്പം ബുധൻ ജാതകത്തിൽ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച പലവിധ ഐശ്വര്യങ്ങളും പലവിധ നല്ല അനുഭവങ്ങളും വിദ്യാഗുണവും ജോലിയും ധനലാഭവും ഒക്കെ ഉണ്ടാവും. സ്വന്തം അറിവും കഴിവും ഉപയോഗിച്ച് ഉചിതമെന്ന് തോന്നുന്ന കാര്യത്തിനൊക്കെ പ്രാധാന്യം നൽകും. ബുധൻ ബലഹീനനായിട്ട് അനിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ, ഇപ്പൊ എല്ലാവരുടെയും ഈ പറയുന്ന ധനുരാശിക്കാരുടെ എല്ലാവരുടെയും ജാതകത്തിൽ ബുധൻ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിലൊന്നും നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അനിഷ്ടഭാവത്തിലായിരിക്കും, ദുർബലനായിരിക്കും, ഭാവയോഗപ്രദനായിരിക്കും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവരുടെ മൈൻഡ് എപ്പോഴും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അവർ വായി തോന്നുന്നൊക്കെ ചിലപ്പോൾ പറയും. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വായി തോന്നിയാൽ നല്ലതൊന്നും പറയത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഓർമ്മക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, ഇപ്പൊ ബ്ലോക്ക്, സ്ട്രോക്ക്, പ്രഷർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഹൃദ്രോഗം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഈ സ്ഥിതി കുറെ കൂടെ മോശമാണെങ്കിൽ, അതായത്
ജാതകത്തിലെ സ്ഥിതിയും ബുധന്റെ സ്ഥിതിയും ഒക്കെ മോശമാണെങ്കിൽ കുറച്ച് തീവ്രതയോടുകൂടിയൊക്കെ ആയിരിക്കും ഇത് അനുഭവത്തിൽ വരിക. അപ്പൊ 10ാം ഭാവത്തിൽ ബുധൻ വരുന്ന ചിങ്ങമാസം അവസാന ദിവസങ്ങളിലാണ്, അതായത് കന്നിരാശിയിൽ. കന്നിരാശിയിലൊക്കെ ബുധൻ വരിക എന്ന് പറയുമ്പോൾ ഉച്ചരാശിയാണ്, വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ നൽകുന്ന ഒരു ഭാവമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും അത് ഈ ചിങ്ങമാസത്തിൽ കാര്യമായ ഒരു അനുഭവം നമുക്കുണ്ടാകത്തില്ല. കാരണം അവസാന ദിവസമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതിൽ നിന്ന് ഇനി ഒരുപാട് വിശദീകരിക്കാതെ തന്നെ അറിയാം, ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഗ്രഹങ്ങളും അനുകൂലമായ ഗ്രഹങ്ങളും ഉണ്ടാകാമല്ലോ. അപ്പൊ അനുകൂലമല്ലാതെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അനുകൂല ഭാവത്തിന് അല്ലെങ്കിൽ ദോഷം കുറയാൻ എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ ഈശ്വര ഭജനം തന്നെ. അപ്പൊ ഈശ്വര ഭജനം നടത്തി നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ഈ ചിങ്ങമാസം ഓണക്കാലമാണ് വളരെ സന്തോഷത്തോടു കൂടി കഴിയാനും ഉള്ള ഒരു അവസരം ഈശ്വരൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ഒന്ന് ഓൺ ചെയ്യുക. നന്ദി, നമസ്കാരം.